ഹായ് ഫ്രണ്ട്സ്, മല്ലു ബ്രോ എന്ന നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടോ, ഇത് നിങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ജ്യോത്സ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൈരേഖ നോക്കിയും അതുപോലെ തന്നെ തത്തേനെ കൊണ്ട് ചീട്ടൊക്കെ എടുപ്പിച്ചുള്ളൊരു നമ്പർ പരിപാടിയൊക്കെ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഇതിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം, വിശ്വാസം ഇല്ലാത്തവരൊക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ കഷ്ടകാലം തലക്ക് പിടിച്ചിരിക്കുമ്പോൾ ഏത് വിശ്വസിക്കാത്തവരും വിശ്വസിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുകൊണ്ട് വെച്ച വിശ്വാസത്തിൻ്റെ പേരിലൊന്നുമല്ല സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമുക്കൊരു വീഡിയോ എടുക്കുക എന്നുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയൊക്കെയാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ എൻ്റെ കൈ തന്നെ ആദ്യമേ കാണിക്കാൻ ഓർത്തു. അപ്പോൾ വൈഫും കുട്ടിയുണ്ടെങ്കിലും നമ്മുടെ കൈയൊന്ന് നോക്കി അല്ലൊന്ന് ആലോചിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഷ്ടകാലം തലക്ക് പിടിച്ചിരിക്കുന്ന ടൈമല്ലേ, ഈ യൂട്യൂബിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് വരുമാനമൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ അറിയാമെന്നും പറഞ്ഞ് കൈ കാണിച്ചു കേട്ടോ. അപ്പോൾ അതെ, കൈയൊക്കെ കാണിച്ചു. അപ്പോൾ ആദ്യം തന്നെ അവർ ഒരു എമൗണ്ടൊക്കെ പറഞ്ഞു കണ്ടോ, പൈസയൊക്കെ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞത് നിങ്ങൾ നോക്കിയത് തത്തേനതേ പുറത്തേക്ക് ഇറക്കാൻ നോക്കിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, മല്ലു ബ്രോ എന്ന നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എന്തോ ഒരു തരികിട പരിപാടി പോലെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇത് പലർക്കും ഇത് തരികിട പരിപാടിയൊക്കെ ആയിട്ട് തോന്നാം കേട്ടോ, തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ എത്ര വിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും കഷ്ടകാലം തലക്ക് പിടിച്ചാൽ എല്ലാവർക്കും ഒരു വിശ്വാസം വരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ടുപോയി കാണിച്ചു നോക്കിയപ്പോൾ പറഞ്ഞ് ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പായി ലൈഫ് കട്ടപ്പോക. അപ്പോൾ എന്തായാലും ഇനി തത്തേനെ കൊണ്ടൊരു ചീട്ടടിപ്പിച്ച് നോക്കാമെന്ന് ഓർത്തു. അങ്ങനെ തത്തേനെ കൊണ്ട് ചീട്ടടിപ്പിക്കാൻ വേണ്ടി ചേച്ചിക്ക് 100 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ ആ 100 രൂപ നമ്മൾ ആ അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. അമ്മച്ചിയുടെ കയ്യിൽ 100 രൂപയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പം അമ്മച്ചി പൈസ ഫസ്റ്റ് മേടിച്ചിട്ടേ ഉള്ളൂ തത്തേനെ പുറത്തേക്ക് ഇറക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും 100 രൂപ കൊടുത്തു. അതുപോലെ തന്നെ അമ്മച്ചി തത്തേനെ പുറത്തേക്ക് ഇറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തത്ത മാനിയോട്ടൊക്കെ ഇപ്പോൾ തത്ത പുറത്തേക്കൊക്കെ ഇറങ്ങി വന്നു. ഇപ്പോൾ നോക്കിക്കണ്ട, നമ്മുടെ സമയം ശരിയല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. ചീട്ടെടുക്കാൻ വന്ന തത്ത വരെ പറമ്പ് വഴി ഓടി. ഇവൻ്റെയൊക്കെ സമയവും ചീട്ടൊക്കെ എടുത്ത് നോക്കണമെങ്കിൽ ഭേദം നാട് വിട്ട് പോയി എന്നും പറഞ്ഞ് തത്ത ഓടി. അവസാനം ആ അമ്മ പുറകെ നടന്ന് ഒരു വിധത്തിൽ ആ തത്തേനെ പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അവസാനം ഈ